ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് അടിമാലിയുള്ള അനസുഖൻ്റെ വീട്ടിലാണ്. അനസുഖനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പഴയ ബൈക്കുകളുടെ അതുപോലെ തന്നെ സ്കൂട്ടറുകളുടെ അതുപോലെ കാറുകളുടെ ഒക്കെ ഒരു കളക്ഷനാണ് അനസുഖൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ 90കളിൽ 80കളിൽ 70കളിലൊക്കെ നമ്മുടെ കേരളീയ അല്ലെങ്കിൽ ഇന്ത്യൻ നിരത്തുകളിൽ ഓടിയിട്ടുള്ള യമഹ, രാജ്ദൂത്ത്, അതുപോലെ തന്നെ ലാംബ്രട്ട, ബജാജ്, ചേതക്ക് പോലെയുള്ള വണ്ടികളുടെ ഒരു കളക്ഷൻ തന്നെ, ഒരു വലിയ ശേഖരം തന്നെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ വിശദമായ പരിചയപ്പെടുത്തലിലേക്കും അതുപോലെ ഈ വണ്ടികളുടെ പ്രത്യേകത, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് അനസ്, അടിമാലിയിലാണ്. പഴയ വിൻറ്റേജ് വണ്ടികളുടെ കുറച്ച് കളക്ഷൻ ഉണ്ട്. ഇത് റാഫി സി പദവനാട് രാജ്ദൂത് ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ്, മലപ്പുറംകാരനാണ്. ഈ വണ്ടികളെ വിശദമായിട്ട് റാഫി പറയുന്നതായിരുന്നു. അനസുഖാന്റെ വീട്ടിലാണ്. അനസുഖാന്റെ കളക്ഷനാണ് ഈ കാണുന്ന വണ്ടികളൊക്കെ. എത്ര വണ്ടികളാണ് അനസുഖുള്ളത്? ഏകദേശം 73 വണ്ടികൾ. അതിൽ ഏറ്റവും റെയർ ആയിട്ടുള്ള വണ്ടികളാണ്. റെയർ മോഡൽ എന്ന് പറഞ്ഞാൽ 59 മോഡല് റീസോഴ്സിന് വേണ്ടി സീരിയസ് വണ്ണാണ്. പിന്നെ ബോബിയുടെ മോഡല് ഇതിലാണ് മോഡല്. രാജ്ദൂതിൻ്റെ GTS 175 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണത്. മറ്റേ ചേതക്ക്, അതുപോലെ തന്നെ ലാംബട്ട, അതിൻ്റെയൊക്കെ വീലായിട്ട് വന്നിട്ടുള്ള, ടയറായിട്ട് വന്നിട്ടുള്ള മോഡലാണത്. 175 cc ആണ്. എഞ്ചിനൊക്കെ നമ്മുടെ സാധാ രാജ്ദൂതിൻ്റെ ഒക്കെ പോലെ തന്നെ നമുക്ക് എന്താ പറയുക കാണാൻ സാധിക്കും. ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതായത് സിലിണ്ടർ, ഈ ഭാഗങ്ങൾ, സൈലൻസർ, അങ്ങനെ കുറച്ച് മാറ്റങ്ങളാണ് ഇതിലുള്ളത്. 175 cc ആണ് അത് വന്നിട്ടുള്ളത്. രാജ്ദൂത് GTS ഗ്രാൻഡ് ടൂറിസ്മോ സ്പോർട്ട് എന്ന മോഡലാണ്. 1972 ബോബിയിൽ വന്നിട്ടുള്ള മൂവി റിലീസായതിനു ശേഷം ഇതിന് ബോബിയിൽ വന്നിട്ടുള്ള ഒരു ബോബി രാജ്ദൂത് എന്നാണ് അറിയപ്പെടുന്നത്. യമഹയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് റേസ്, പിന്നെ മഡ് റേസ്, സ്ലോ റേസ്, അങ്ങനെ എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ പഴയ വണ്ടികളോട് ഒരു ക്രേസ് തോന്നുകയും ഓരോരോ വണ്ടികളായിട്ട് കളക്ട് ചെയ്ത് ഏകദേശം ഒരു 73 വണ്ടികളുണ്ട്. എന്തെല്ലാം വണ്ടികളാണുള്ളത്? ഇപ്പോൾ നമ്മളുടെ കയ്യിൽ രാജ്ദൂത് ഉണ്ട്, SD ഉണ്ട്, പിന്നെ വിജയ് സൂപ്പർ, ആദ്യം പുഷ്പത്തോ, ബജാജ് 150, 33 സ്കൂട്ടറുകൾ. ഇതെല്ലാം ഒരേ കാലവർഷത്തിലുള്ളതാണോ അതോ കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ടോ? 59 മുതൽ ഏകദേശം ഒരു 2000 വരെയുള്ള വണ്ടികൾ കൂടിയുണ്ട്. എത്ര വർഷമായി പഴയ വണ്ടികൾ കളക്ഷൻ തുടങ്ങിയിട്ട്? ഒരു 30 വർഷത്തോളമായി കളക്ഷൻ. 30 വർഷമായി. ഓക്കെ. എന്ത് തോന്നുന്നു ഈ പഴയ വണ്ടി ഇത് തുടങ്ങാനുള്ളൊരു പ്രചോദനമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വണ്ടികളോട് ഉള്ള ഒരു താല്പര്യം തന്നെയാണ്. നമുക്ക് എന്താ പറഞ്ഞത്, നമ്മളൊരു വണ്ടി ഭ്രാന്തനാണ്, അതുകൊണ്ട് ഇന്ത്യയിലും വിദേശത്തും അപൂർവമായി രൂപകൽപ്പന ചെയ്ത നിരവധി ബൈക്കുകളുടെയും സ്കൂട്ടറുകളുടെയും വലിയ ശേഖരം തന്നെയാണ് അനസുഖയുടെ കയ്യിലുള്ളത്. തൻ്റെ പക്കലുള്ള വാഹനങ്ങളേറെയും കേരളത്തിലുടനീളം സഞ്ചരിച്ച് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെല്ലാം പോയി കളക്ട് ചെയ്യപ്പെട്ടവയാണ്. ഒരു കാലത്ത് നമ്മുടെ നാടിൻ്റെ നിരത്തുകളിൽ തരംഗമായിരുന്ന ബജാജ് സ്കൂട്ടറുകളും അതുപോലെ തന്നെ അന്നത്തെ കോളേജ് തരംഗമായിരുന്ന SD, ജാവ പോലെയുള്ള സ്കൂട്ടറുകളുടെ നീണ്ട ഒരു കളക്ഷൻ തന്നെ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. അനസുഖയുടെ വാഹനങ്ങളോടുള്ള പ്രിയം വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കളക്ഷനിൽ ഇന്ന് വിവിധ തരം റേസ് ബൈക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. മഡ് റേസ്, വിവിധ തരം റേസുകൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ അദ്ദേഹം നടത്തിയിരുന്നു.
1996 മോഡൽ റോട്ടിനാണ്. ഓക്കെ. ഇപ്പൊ ഇതിന് വച്ചേക്കുന്ന ടാങ്ക് മോഡലിന്റെ ടാങ്കാണ്. താൽക്കാലികമായിട്ട് അയച്ചു വെച്ചിരിക്കുകയാണ് ഒറിജിനൽ ടാങ്ക്. ഓക്കെ. ഇത് വണ്ടി ശരിയാണ് നമ്മൾ ലോങ് റൈഡ് നൽകിയ വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് 71 മോഡല് ജാവയാണ്. ഇപ്പൊ നമ്മളുടെ ഒരു 12 വർഷമായിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ. സിനിമ ഷൂട്ടിംഗ് കൊണ്ടുപോകാറുണ്ട്. ഓക്കെ. നിലവിൽ ഇത് മഴയൊക്കെ ആയതുകൊണ്ട് വണ്ടികൾ ഒതുക്കി വെച്ചിരിക്കുക. ഓക്കെ. ഓക്കെ. പറഞ്ഞോളൂ. ഇത് SD ഡീലക്സ് ആണ്. ഓക്കെ. ഈ വണ്ടി റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പണികൾ ബാലൻസ് ഉണ്ട്. ആ വണ്ടി എത്രയാണ് മോഡല്? മോഡല് ഇത് 85 മോഡലാണ്. 85 മോഡൽ അല്ലേ? ഓക്കെ. അതിന്റെ പ്രത്യേകത എന്താണ്? മറ്റുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ ടാങ്കും ഈ റോഡ് കിങ്ങിന്റെ ടാങ്കും ഏകദേശം ഒരു ഷേപ്പാണ്. വലിപ്പ വ്യത്യാസമുണ്ട്. പിന്നെ കാഴ്ചക്ക് വലിയ വ്യത്യാസങ്ങളില്ല. ഓക്കെ. അത്രേ ഉള്ളൂ അല്ലേ? ടാങ്കിൽ ചെറിയ വ്യത്യാസം. ടാങ്കിന്റെ വ്യത്യാസം. എന്നിട്ട് വണ്ടി ഫുള്ള് പറഞ്ഞു. ഇത് രാജദൂത് 175. ഓക്കെ. ഇത് SD-യുടെ 175cc ആണ്. ഓക്കെ. പിന്നെ അതിന്റെ അപ്പുറം ഇരിക്കുന്നത് ഇൻഡസ്ട്രി 86 മോഡല്. അതിന്റെ അപ്പുറത്ത് ഇരിക്കുന്നത് ഹോണ്ടയുടെ CDF 100 ആണ്. ഓക്കെ. അതിന്റെ അപ്പുറം TVS ഉണ്ട്. പിന്നെ ഇരിക്കുന്നത് ഇതൊക്കെ കാലപ്പഴക്കമുള്ള വണ്ടികൾ തന്നെയാണ്. എല്ലാം വണ്ടികളല്ലേ? വണ്ടികളാണ്. എത്ര വർഷം പഴക്കമുള്ള വണ്ടികളാണ്? ഇത് മിക്കവാറും ഈ 80s-ലുള്ള വണ്ടികളാണ്. ഓക്കെ. 80s-ലെ വണ്ടികൾ. ഓക്കെ. ബാക്കിയുള്ള കുറെ വണ്ടികൾ അയച്ചിട്ടേക്കാണ്. അതിന് സ്പെയറുകളാണ് കാണുന്നത്. ഓക്കെ. ഓക്കെ. പിന്നെ ഇരിക്കുന്ന ചെറുക്കനായിട്ടിരിക്കുന്നത് കാവസാക്കിയുടെ എൻഡ്യൂറ എന്ന് പറയുന്ന വണ്ടിയാണ്. ഓക്കെ. ഈ പറഞ്ഞുള്ള റീസ്റ്റോറേഷൻ തുടങ്ങാൻ പോകുന്നുള്ളൂ. ഓക്കെ. ഓഫാക്കില്ലേ? ഇപ്പോൾ ഞാനുള്ളത് അനസുഖാന്റെ ബൈക്ക് ശേഖരത്തിലാണ്. ഇത് എല്ലാം പൾസാണ്. 2000 മോഡലാണ്. അതുപോലെ തന്നെ ചേതക്കാണിത്. ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള റീഡ് വാൽവ് ടൈപ്പ് 5 പോർട്ട് എഞ്ചിനാണ് ഇത് വരുന്നത്. പിന്നെ ഹാൻഡില്, അതുപോലെ തന്നെ ഈ നോസ്, മഡ്ഗാർഡ്, ടോട്ടലി ബോഡി അടക്കം വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇത് 90 മുതൽ അതുപോലെ തന്നെ 96, 7 വരെ ഇറങ്ങിയിട്ടുള്ള മോഡലാണ് ചേതക്ക്. ഇത് 3 പോർട്ട് മോഡലാണ് വരുന്നത്. അതുപോലെ തന്നെ 80s ഇറങ്ങിയിട്ടുള്ള ചേതക്കാണത്. പക്ഷേ ഇത് ഇലക്ട്രോണിക്സ് ആണ്. എടുത്തുകൊണ്ട് 88 അതുപോലെ തന്നെ 89 ഒക്കെ ഇയറിൽ വന്നിട്ടുള്ള മോഡലാണിത്. സെൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണിത്. റെയർ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു 4 വണ്ടി 3 വണ്ടികൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളൂ. എൻ്റെ പരിചയത്തിൽ 2 വണ്ടിയൊക്കെ 2-3 വണ്ടികളാണ് അറിവിലുള്ളൂ. ഓക്കെ. 100cc ആണ്. സ്മാൾ ഫ്രെയിമിൽ വന്നിട്ടുള്ള വണ്ടിയാണ് ഇത്. അതുപോലെ തന്നെ ലാംബർട്ടിൻ്റെ സീരീസ് 1 LI സീരീസ് 1 മോഡൽ വണ്ടിയാണിത്. 59 മോഡലാണ് ഇത്. ഇവിടെ ഹെഡ്ലൈറ്റ് വരുന്ന മോഡലാണ്. അപ്പോൾ ഇത് റീസോഴ്സ് നടക്കണ കാരണം അനസുഖ പീസാക്കിയിട്ടുള്ളതാണ്. വണ്ടി ഫുൾ റണ്ണിങ് കണ്ടീഷൻ വണ്ടിയാണ്. ഒരുപാട് സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് ഈ വണ്ടി. ഓക്കെ. കട്ട്